ചതയം നക്ഷത്രക്കാർ ശനി ആധിപത്യം വഹിക്കുന്ന കുംഭക്കൂറിൽ ജനിച്ചവരാകയാൽ പതയും പക്വതയും വന്നവരും നക്ഷത്രനാഥൻ രാഹുവും രാശിനാഥൻ ശനിയും ഇങ്ങനെ രണ്ടു താമസഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളതിനാൽ ദുരിതങ്ങളും ക്ലേശങ്ങളും രണ്ടു തരത്തിലുള്ള മനോഭാവവും ഇവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഇവരുടെ കുട്ടിക്കാലം ക്ലേശങ്ങൾ നിറഞ്ഞതാവും. കഠിന യാതനകളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി ജീവിത വിജയം നേടുന്നവരായതിനാൽ ഊതിക്കാച്ചിയ പൊന്നുപോലെയായിരിക്കും ചതയം നാളുകാർ. ഇവർ സൗഹൃദരും ആദർശനിഷ്ഠരും പരോപകാര തൽപരരും കർമ്മകുശലരും സൽക്കാരപ്രിയരും ആരുമായും കലഹിക്കാതെ സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും അഹിതമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യാത്തവരും മധ്യവയസ്സിനു ശേഷമായിരിക്കും ഇവർ കൂടുതൽ ശോഭിക്കാൻ കഴിയുക. ഇവർ സ്കൂൾ തലത്തിൽ അത്ര പ്രഗത്ഭരായിരിക്കണമെന്നില്ല, എന്നാൽ അതിനുശേഷം അല്പം കൂടി ശോഭിക്കും. സാങ്കേതിക രംഗത്ത് പ്രശസ്തരാകാൻ ചിലർക്ക് സാഹചര്യമുണ്ടാകും. ഇവരുടെ മാതാപിതാക്കൾ സ്വാത്വിക മനസ്കരായിരിക്കും. പിതാവിനേക്കാൾ മാതാവിനോടായിരിക്കും ഇവർക്ക് കൂടുതലടപ്പം. ചതയം നാളുകാർ വിവാഹ ജീവിതം പൊതുവെ നേരത്തെ ആരംഭിക്കുന്നവരും പുരുഷന്മാർ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ വിജയിക്കുന്നവരും, എന്നാൽ സ്ത്രീകളാകട്ടെ ദാമ്പത്യ ജീവിതം അത്ര വിജയമോ ഊഷ്മളമോ ആയിരിക്കില്ല. സന്താനങ്ങളുടെ കാര്യത്തിൽ സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ഇവർ പുറത്ത് പ്രകടിപ്പിക്കാറില്ല. എങ്കിലും സന്താനങ്ങളെക്കുറിച്ച് ആകുലതയും ഉത്കണ്ഠയും ഇവർക്കുണ്ടാകും. ഇവരുടെ സന്താനങ്ങൾ സൽഗുണ സമ്പന്നരായിരിക്കും. ചതയം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് എടുത്തു പറയേണ്ട ചില സവിശേഷതകൾ കൂടിയുണ്ട്. ഇവർ ശാന്ത സ്വഭാവികളും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവളും ഏറെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവളും അതിഥി സൽക്കാരത്തിൽ ഹരം കൊള്ളുന്നവരും സംസാരപ്രിയയുമായിരിക്കും. ലൈംഗിക വികാരങ്ങളും ആസക്തിയും ഇവരിൽ കൂടുതലായിരിക്കും. ചതയം ഒന്നാം പാദത്തിൽ ജനനമായാൽ സൽഗുണ സമ്പന്നരും ഐശ്വര്യവും വലിയ പരോപകാരികളും, രണ്ടാം പാദത്തിലായാൽ ഭൗതിക തൃഷ്ണ കൂടുതലുള്ളവരും ഏത് കാര്യവും മത്സരബുദ്ധിയോടെ കാണുന്നവരും, മൂന്നാം പാദത്തിലായാൽ സൗന്ദര്യവും സമ്പത്തുമുള്ളവരും തൻ്റെ ഇടമുള്ളവരും ഹൃദ്രോഗത്തിന് സാധ്യതയുള്ളവരും, നാലാം പാദത്തിലായാൽ അഭിമാനികളും പിറന്ന നാടുവിട്ട് അകന്ന് പുതിയ ഇടങ്ങളിൽ താമസിക്കുന്നവരുമായിരിക്കും. പ്രജേതസ്, ശതതാരക, വരണഭം ഇവ ചതയം നാളിൻ്റെ മറ്റു നാമങ്ങളാണ്.